വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റോസ്. ആ ചെടിച്ചട്ടിയുടെ എടുത്തിരിക്കുന്ന കവറിൽ ഇന്നലെ നമ്മൾ മൈതാനത്തു നിന്ന് മേടിച്ച സ്ലിപ്പേഴ്സും സാൻഡൽസും ഒക്കെയാണ് കേട്ടോ. ഇപ്പം അതിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങണം, അതുകൊണ്ടാണ് രാത്രി പിന്നെ അകത്തോട്ട് വെക്കാതിരുന്നത്. ഞാൻ ഇന്നലെ കല്യാണത്തിന് പോകാനായിട്ട് വലിയ കമ്മലിട്ടിരുന്നുവല്ലോ, അപ്പോൾ സ്വർണ്ണ കമ്മൽ ഊരി വെച്ചിരുന്നു. രാവിലെ അതെടുത്ത് തിരിച്ചിടുക. എനിക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് കമ്മൽ അങ്ങനെ ഇട്ടിരിക്കാൻ പറ്റത്തില്ല, കാത് പഴുക്കും. എവിടെയെങ്കിലും പോയിട്ട് വരാനാണെങ്കിൽ ഓക്കെ. അങ്ങനെ ഞങ്ങൾ ദേ റെഡിയായി ഇറങ്ങുന്നത് പുലിച്ചിറയിലേക്കാണ്. ആലൻ കൊച്ചുവപ്പയും മിനിയാൻ്റിയൊക്കെ ആയിട്ട് എറണാകുളത്തോട്ട് പോയി. മിനിയാൻ്റിയുടെ നാട് എറണാകുളത്താണ്, വൈപ്പിനിലാണ്. അവിടെ ഒരു മരണമുണ്ട്, അവരുടെ നെയ്ബർ മരിച്ചുപോയി. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോയി. ഈ വണ്ടിയിലല്ല പോയേക്കുന്നത്, കൊച്ചുവപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ കാറിലാണ് പോയേക്കുന്നത്. ആലൻ ഡ്രൈവ് ചെയ്യാനായിട്ടാണ് ഒപ്പം പോയേക്കുന്നത്. കൊച്ചുവപ്പയ്ക്ക് കാലിൽ കമ്പി കിടക്കുന്നതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ രണ്ടുപേര് ഓട്ടോ കാത്തിരിക്കുവാണ്. സേറമോളുടെ പപ്പയുടെ ഓട്ടോ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അത് വന്നിട്ട് വേണം നമുക്കതിൽ കയറി പുലിച്ചിറയിലേക്ക് പോകാൻ. നാളെ സ്കൂൾ തുറക്കുവാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ഇവർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് അടിച്ചു പൊളിക്കട്ടെ എന്ന്. രാവിലെ ചേച്ചിയെ വിളിച്ചപ്പോൾ അവിടെ ആൾക്കാർ ഉണർന്നിട്ടൊന്നുമില്ല. ഞാൻ എന്തായാലും ദേ വരുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞു. പിള്ളേർക്ക് പാലും കാച്ചി കൊടുത്ത് ഞാനൊരു ഇഞ്ചി ചായ ഇട്ട് കുടിച്ചിട്ടാണ് ഈ പോകുന്നത്. കണ്ണാടിയും വാച്ചും ഒക്കെ ഇട്ട് റെഡിയായി കറക്റ്റായിട്ട് ചെരുപ്പ് തിരിച്ചിടും. എങ്ങനെയെന്നറിയത്തില്ല, കൃത്യമായിട്ട് അത് തിരിച്ചിട്ടോളും. ഇതാണ് ഞാൻ ഇന്നലെ മേടിച്ച ക്രോക്സ്. ഞാൻ ഷോർട്സ് വീഡിയോയിൽ കാണിച്ചല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് തീരദേശം വഴിയല്ല പോകുന്നത്, അതുകൊണ്ടാണ് ഇന്നത്തെ കടൽ ഓഫ് ദ ഡേ നമുക്ക് മിസ്സായത്. അവിടെ നല്ല വെയിൽ. അതല്ലാണ്ടുള്ള വഴിയെയാണ് നമ്മളിവിടെ പുലിച്ചിറയിൽ എത്തിയത്. മമ്മിയും ഡാഡിയൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അവിടെ ഇന്ന് ജോണങ്കിളിനെയും ഫാമിലീനെയും വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇസിയോ ബേബീനെ കയ്യിലെടുത്തിരിക്കുന്ന ആളാണ് ലെനി ആൻറ്റി, ഡാഡിയുടെയൊക്കെ ഏറ്റവും ഇളയ പെങ്ങൾ. അപ്പുറത്തിരിക്കുന്ന മോളി ആൻറ്റീനെ നമ്മുടെ ഡെക്സ്റ്ററിൻ്റെ അമ്മ ഓൾറെഡി പരിചയപ്പെടുത്തിയല്ലോ. ലിജോയും വൈഫും ഒക്കെ കൂടിയിട്ട് ഫിലിമിന് പോയിരിക്കുകയാണ്. അമ്മുവും ഉണ്ട്, ലെനി ആൻറ്റിയുടെ മോള് ലിജോയുടെ പെങ്ങൾ. അപ്പോൾ വാവേനെ ഇവിടെ ആക്കിയിട്ടാണ് പോയേക്കുന്നത്. നിലുവിന് വാവയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനെക്കാളും ചെറിയ ആൾക്കാരെ കണ്ടാൽ ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ഇച്ചിരി ജാടയൊക്കെ ഇടും, മറ്റേ ഒരു ചെറിയ പിച്ചൊക്കെ കൊടുക്കും. അതുകൊണ്ട് ഞാൻ അധികം നേരം അടുത്ത് നിർത്തത്തില്ല. ഇപ്പുറത്ത് ചോക്കോനെ പൂട്ടാനുണ്ടായിരുന്നു, അവൻ അഴിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ അവനെ പൂട്ടുന്നത് വരെ ഞങ്ങൾ അവിടെ നിന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. കുക്കീസും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചിട്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ എപ്പോഴും ഫ്രിഡ്ജിൽ 7up സോഡയായിട്ട് മിക്സ് ചെയ്തതുണ്ടാവും. അത് പ്രതീക്ഷിച്ചാണ് ഞാൻ ഫ്രിഡ്ജ് തുറന്നത്. പക്ഷേ ഇത്തവണ ശശിയായി 7up ഇല്ലായിരുന്നു. സ്ക്വാഷോ ടാങ്കോ എന്തോ കലക്കിയതിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും വിശപ്പ് തീരാനായിട്ട് 2-3 കുക്കീസും 1 ഗ്ലാസ് ഡ്രിങ്ക്സും ഞാനങ്ങ് കുടിച്ചു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് ചേച്ചി ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. വെജിറ്റബിളും മോരും ഒക്കെ ഫ്രിഡ്ജിനകത്തുണ്ട്. അപ്പോൾ ആലൻ്റെ പേരൻസ് ഇതിങ്ങനെയാണ്. ഞാൻ വിത്ത് ഹിസ് സിസ്റ്റർ എന്ന് പറയുന്നത് എനിക്ക് അത്രയും ഇലാബറേറ്റ് ആയിട്ട് കമൻറ്റിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതൊരു കോമ്പൗണ്ടിൽ 2 വീടായിട്ടാണ്. ഈ ഒരു വിൻഡോയുടെ സൈഡിൽ നിന്ന് നമ്മൾ അപ്പുറത്ത് കാണുന്ന മമ്മീൻ്റെയും ഡാഡിയുടെയൊക്കെ ഒരു ബെഡ്റൂം ആയിരിക്കും. നടുക്കൊരു ചെറിയൊരു ഫെൻസിൻ്റെ പാർട്ടീഷൻ മാത്രമേ ഉള്ളൂ, ചോക്കോ അപ്പുറത്തോട്ട് ചാടാണ്ടിരിക്കാനായിട്ട്. ഡെല്ല അതിനിടയിൽ കുറച്ച് ദുബായ് ചോക്ലേറ്റ് ഉണ്ടാക്കിയതാണ്, അത് പാളിപ്പോയി. സ്പൂണോട് കൂടി എങ്ങാണ്ട് അത് ഓവനിൽ വെച്ചിട്ട് അവൾക്കത് കഴിക്കുമ്പോൾ മെറ്റലിൻ്റെ ടേസ്റ്റ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നത് ഡംപ് ചെയ്തു. ആദ്യത്തെ പരീക്ഷണമൊക്കെ പാളും, എന്നാലും പയറ്റി തെളിയുമെന്നേ. നമ്മളൊക്കെ ഇങ്ങനെയല്ലേ കുക്കിംഗ് ഒക്കെ പഠിച്ചത്. ഞാൻ ആദ്യത്തെ എൻ്റെ കറിയൊക്കെ കാണുമായിരുന്നു. ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുന്ന ചില്ലി ചിക്കൻ കോൺഫ്ലവറൊക്കെ കൂടിപ്പോയിട്ട് കേക്ക് മാതിരി മുറിച്ചെടുക്കായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് കൊണ്ടും ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം 12:30 ആയി കേട്ടോ. നിലുവിന് ഞാൻ കുറച്ച് ചോറങ്ങ് എടുത്തിട്ട് മോരും കുറച്ച് ക്യാബേജ് തോരനും ഇരുന്നത് അവനിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ട് ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പൊന്നിനകത്തും ചേച്ചിയായിട്ട് കഥ പറയുന്നതിൻ്റെ ഇടയിൽ നിലുവിന് ചോറും വാരി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്ക് കുക്കൂനും അങ്ങ് കൊടുക്കാമെന്ന് കരുതി. ഈ ഫോണിൽ കാണുന്നത് പോരാഞ്ഞിട്ട് അവരിതേ TV-ക്കകത്ത് ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുക, യൂട്യൂബ് ഷോർട്സ്. ചിക്കൻ കറി ഏകദേശം റെഡിയായി. പൊടികളായിട്ട് ഞാൻ വീട്ടിൽ ചെയ്യുന്ന അതേ പൊടികളൊക്കെ തന്നെയാണ് ചേച്ചി ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും ചേച്ചി മിക്സ് ചെയ്ത് വെച്ചിരിക്കും. ഞാനിങ്ങനെ 2 ബോട്ടിലാക്കി വെച്ചിരിക്കും. ചേച്ചി ഇവിടെ ഒരുമിച്ചാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. നിലുവിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാതെ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നതും ആൾ സുസു വെച്ചു. പിന്നെ ചേച്ചി പോയി അവനെ കഴുകി ഒരു പാമ്പേഴ്സൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു. ചോറ് കഴിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഉറങ്ങുമല്ലോ ഉച്ചയ്ക്ക്. മോളി ആൻറ്റി ഞാൻ ഇന്നലെ ഓണത്തിന് ഉണ്ടാക്കിയ ഇഞ്ചിക്കറിയില്ലേ, അതിൻ്റെ ബാക്കി ഇവിടെ ആയിരുന്നു വരുന്നത്. ആൻറ്റി അത് എടുക്കാൻ വന്നതാണ്. ചിക്കൻ കറി റെഡി ആയപ്പോഴേക്ക് ഞാനും ചോറെടുത്തു. അങ്ങനെ ഞാനും ചേച്ചിയും ഡെല്ലയും ഡാരിലും എല്ലാവരും ലഞ്ച് കഴിച്ചു. മോളി ആൻറ്റി ലഞ്ച് കഴിഞ്ഞിട്ട് ഇസിയോ ബേബിയായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, നിലുവായിട്ട് കളിപ്പിക്കാനായിട്ട്. നല്ല പോലെ ചോറ് കഴിച്ചു. ഞാൻ രാവിലെ കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. വയറ് നിറച്ച് ചോറ് കഴിച്ചാലേ നല്ലപോലെ ഉറങ്ങാൻ പറ്റും. അതാണ് എൻ്റെ ഒരു ലോജിക്ക്. കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പോയി കിടക്കണം. അത് ആക്ച്വലി അത്ര നല്ലതൊന്നുമല്ല, പക്ഷേ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ. ചില ആൾക്കാർ ഇങ്ങനെ കുളിച്ചിട്ട് ഉടനെ പോയി കിടന്നാൽ ഉറക്കം വരും എന്ന് പറയത്തില്ലേ. കുളിച്ചിട്ട് എങ്ങനെയെങ്കിലും പോയി കിടന്നാൽ ഞാൻ തുമ്മത്തേ ഉള്ളൂ, ഉറങ്ങത്തില്ല. പക്ഷേ ഭക്ഷണം നല്ലപോലെ കഴിച്ചാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ലോക്ക് കാണാൻ പോയ അടുത്ത ടീം തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു.
ഇതാണ് നമ്മുടെ ഇസിയു ബേബിയുടെ ഫാദർ ആൻഡ് മദർ. എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ നല്ലപോലെ കാണിച്ചിട്ടുണ്ട് അവരെ. അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളും പ്ലേറ്റും കപ്പും എല്ലാം ഞാൻ കഴുകി. ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് മാരകമായിട്ട് പണിയെടുക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. ബാക്കിയുള്ളവർ ചെയ്യുന്ന പണി ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് എടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് ആകെ ചെയ്തത് ഇത്രയും പാത്രം കഴുകലാണ്. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അവരിറങ്ങാറായി. ലിജു ഇതുവരെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. മെർലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡെലിവറി കഴിഞ്ഞ് ഇത്രയും നാൾ അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇനി തിരിച്ച് ബാംഗ്ലൂരേക്ക് പോവാണ്. അവൻ ആമസോണിൻ്റെ ഒരു എംപ്ലോയി ആണ് കേട്ടോ. ഇത് ആണ് നമ്മുടെ അമ്മു, ലിജോയുടെ സിസ്റ്റർ. ഇവർ രണ്ടുപേരും ആലൻ്റെ കസിൻസ്. ലിഡിയ എന്നാണ് ഒറിജിനൽ നെയിം. ലിഡിയയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു, ആൾക്ക് ജോലിയായി. അപ്പോൾ ഇനി നമുക്ക് ചിലവ് ചെയ്യാൻ ഒരാളും കൂടെ ആയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നത്. അവളും ബാംഗ്ലൂരാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ലിജോയുടെ കൂടെ ഇന്ന് പോകുന്നില്ല. ട്രിച്ചിയിൽ പോയി കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പേപ്പേഴ്സോ മറ്റോ എടുത്തിട്ട് വേണം അവൾക്ക് പോകാനെന്നാണ് പറഞ്ഞത്. നമ്മൾ വേളാങ്കണ്ണി വ്ളോഗ് ഇട്ടില്ലേ ട്രിച്ചിയിൽ പോയ, അത് ആക്ച്വലി നമ്മൾ ഇവരുടെ വീട്ടിലാണ് പോയത്. ജോണങ്കിളിൻ്റെ ട്രിച്ചിയിലെ വീട്ടിലാണ് പോയത്. അന്ന് ലിഡിയ ഇല്ലായിരുന്നു, അവൾക്ക് ലീവില്ലായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഞാൻ വന്ന് നിലുവിനെ ഉറക്കി ഞാനും കിടന്നുറങ്ങി. പുലിച്ചിറ പള്ളിയിൽ വൈകുന്നേരം 4 മണിക്ക് കുർബാനയുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുക്കു സാറ് തോണ്ടാൻ തുടങ്ങി. ഞാൻ ഡാരലിൻ്റെയും ഡെല്ലയുടെയും കൂടെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവനും ഡെല്ലയും കൂടെ ഒരു സൈക്കിളിൽ പോയി, പുറകെ ഡാരൽ ഒരു സൈക്കിളിലും പോയി. 3 പേരെയും പറഞ്ഞു വിട്ടിട്ട് ഞാൻ തിരിച്ചു വന്നു. ചേച്ചി അപ്പോഴേക്ക് ദിയേനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്, നമ്മുടെ സിമ്പിളിൻ്റെ മോള്, അവൾ തിരിച്ച് കോഴ്സിനായിട്ട് അതും ബാംഗ്ലൂരേക്ക് പോവുകയാണ്. അപ്പോൾ അവൾക്കൊരു ലാപ്ടോപ്പ് എങ്ങാണ്ട് പർച്ചേസ് ചെയ്യണം, പിന്നെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞ് ചേച്ചിയും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം അങ്ങനെ ഇറങ്ങും. അങ്ങനെ ഞാൻ വീണ്ടും പോയി എൻ്റെ ഉറക്കം തുടർന്നു. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കേൾക്കായിരുന്നു ഡാരൽ കുക്കുവിനോട് പറയുന്നത്, മാമിയെ വിളിക്കടാ, മാമിയെ വിളിച്ച് ചായ ഇടാൻ പറയുന്നു. കുക്കു തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ മമ്മ ഉറങ്ങുവാ ഡാരലെ, ഉറങ്ങുമ്പം വിളിച്ചാൽ മമ്മ വഴക്ക് പറയുമോ? അതെ, ചന്ദ്രയ്ക്ക് മാത്രമല്ല, നമ്മളിൽ പലർക്കും നമ്മൾ നല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ഇത്ര ദേഷ്യമൊക്കെ വരത്തില്ലേ? അങ്ങനെ എന്തായാലും ഞാനങ്ങ് എണീറ്റു. ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം തോന്നി. അച്ചോടാ, എല്ലാവരും ചായയ്ക്ക് വേണ്ടി എന്നെ കാത്തിരിക്കുവാണല്ലോ എന്ന് ഓർത്ത്. ചേച്ചി ഇല്ലല്ലോ, ചേച്ചി തിരിച്ചെത്തിയിട്ടില്ല. അങ്ങനെ നിലൂന് ഞാൻ പാല് വെച്ചു. എന്നിട്ട് കുറച്ച് പാല് ടോട്ടലി എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ചിട്ട് കുറച്ച് പാല് നിലൂനായിട്ട് എടുത്ത് മാറ്റിയിട്ട് ബാക്കി പാലിൽ ചായ ഇട്ടു. പാലിൻ്റെ കവർ ചേച്ചി എടുത്ത് വെച്ചിരുന്നത് ആ ചിക്കൻ കറി വെച്ചിരുന്ന ചട്ടിയുടെ മേളിലത്തെ പാത്രത്തിന് മേളിലാണ്. പക്ഷെ എന്തോ പറ്റിയിട്ട് കുറച്ച് പാലിങ്ങനെ പോയി. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആ അടച്ചു വെച്ചിരുന്ന പാത്രം എടുത്ത് കഴുകുന്നത്. ഇന്നത്തോടെ നമ്മുടെ ഓണം വെക്കേഷൻ തീരുവാണല്ലോ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരു ഫസ്റ്റ് 1 അവറിനുള്ളിൽ ഇവർ ഇന്നലെ ഹൃദയപൂർവ്വം കാണാൻ പോയിരുന്നു കേട്ടോ. ചേച്ചിയും കുട്ടികളും ഇല്ല, ലിജോയും ഫാമിലിയും മോളി ആൻറ്റിയൊക്കെ ആയിട്ട് പോയിരുന്നു, നമ്മുടെ എൽഡർ ടീംസ്. അപ്പോൾ ഞങ്ങൾ കണ്ടില്ലല്ലോ. അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഹൃദയപൂർവ്വത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. മമ്മീനെയും ഡാഡേനെയും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ നല്ലത് കേൾക്കും. 9:30 ഷോ ആണ് ഇന്നത്തേക്ക് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം നാളെ നമുക്ക് സ്കൂൾ തുറക്കുവാണ്. അപ്പം മമ്മി എപ്പോൾ തന്നെ പറയും രാവിലെ സ്കൂളിൽ പോകണം, നൂ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ 9:30 പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമല്ലോ. ഇതിനിടയിൽ അലനെ വിളിച്ചപ്പോഴേക്ക് ഈ ചതയാഘോഷമൊക്കെ നടക്കുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് അവർ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇനി തിരിച്ച് ഇന്ന് ഇറങ്ങുന്നില്ല, നാളെ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് സിനിമ കഴിഞ്ഞ് നേരെ പോയിട്ട് ലിലിയംച്ചിയുടെ അടുത്ത് പോയി കിടന്നുറങ്ങാമെന്നാണ്. ലിലിയംച്ചിനെ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. മിക്കവാറും ആൾ ഫോൺ ബെഡിലിട്ടിട്ട് പറമ്പിലോ മറ്റോ പോയി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ഞാൻ അമ്മേനെ വിളിച്ചിട്ടാണ്, അതായത് നേരത്തെ ഫോൺ കോൾ വിളിച്ച് പറഞ്ഞു, അമ്മച്ചിയോട് പറഞ്ഞേരെ ഞങ്ങൾ ഇതേ കണക്ക് വരുന്നുണ്ട്. പിന്നെ അമ്മേനോട് അമൃതം കാച്ചി വെക്കാനും പറഞ്ഞു. അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം മിക്സ് പൊടി ആണ് ഞാൻ ഈ അമൃതം എന്ന് പറയുന്നത്. അത് കുടിച്ചാലേ, കുപ്പിയിൽ അത് കുടിച്ചാലേ നിലു ഉറങ്ങത്തുള്ളൂ. അപ്പോൾ അത് റെഡി ആയിട്ടിരുന്നാൽ മൂവി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവനത് കൊടുത്തിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാമല്ലോ. ഡാരൽ ചായ ചോദിക്കുന്നത് തന്നെ ചായയിൽ പാർലേജിയുടെ ബിസ്ക്കറ്റ് മുക്കി കഴിക്കാനാണ് കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വരുന്ന ടൈമിൽ അവൻ ടൈഗർ ബിസ്ക്കറ്റിൻ്റെ കനത്തൊരു ആരാധകനായിരുന്നു. ഇപ്പോൾ അത് പാർലേജി ആയിട്ടുണ്ട്. കുക്കുവിനും അത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ചായയും പാലും ഒക്കെ ബിസ്ക്കറ്റ് മുക്കി കഴിക്കാൻ. ബിസ്ക്കറ്റ് ചായയും പാലും ഒക്കെ മുക്കി കഴിക്കാൻ. അങ്ങനെ അവർ 3 പേരും അങ്ങനെ കഴിച്ചു. ഞാൻ കുറച്ച് മിക്സ്ചർ എടുത്തു. പിന്നെ എനിക്ക് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ചായയിലോ പാലിലോ മുക്കി കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരു 2-3 ബിസ്ക്കറ്റ് എടുത്തിട്ട് ചായയിൽ മുക്കി കഴിച്ചു. പിന്നെ മിക്സ്ചറും കഴിച്ചു. ഞങ്ങൾ എല്ലാവരുടെയും ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നിലുവിൻ്റെ കരച്ചിൽ തുടങ്ങി അവിടെ റൂമിൽ. അങ്ങനെ ഞാൻ പോയി അവനെ എടുത്തുകൊണ്ട് വന്നു. അവനുള്ള പാൽ ഓൾറെഡി ഒഴിച്ച് വെച്ചിരുന്നത് കൊണ്ട് അതങ്ങനെ അങ്ങ് കൊടുത്തു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇവന് ചോറും കൂടെ കൊടുത്തിട്ട് വേണം നമുക്ക് ഫിലിമിന് പോകാനായിട്ട്. ഒരു 8 മണിയൊക്കെ ആയിട്ടും ചേച്ചി എത്തിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങളുടേതായ രീതിയിൽ ഡിന്നർ പ്രിപ്പറേഷൻസൊക്കെ അങ്ങ് തുടങ്ങി. ഡെല്ലയ്ക്കും കുക്കുവിനും ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. ഡെല്ല തന്നെ അത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഡാരലിന് ആലു പൊറോട്ട വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫ്രോസൺ ഇരിപ്പുണ്ട്.
പാനിൽ നെയ്യ് ഒന്ന് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ട് നമുക്കൊന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ കൂടെ അവൻ കേട് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചിക്കൻ കറി കൂട്ടി കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അത് വേണ്ട, കേട് മാത്രം മതി എന്ന് പറഞ്ഞു. രാവിലെ മമ്മി ഇവിടെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതാണല്ലോ വന്നത്, കുറച്ച് കപ്പയും തന്നു വിട്ടിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പവും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ അപ്പവും ഇറച്ചിക്കറിയും കഴിക്കുന്നു എന്നാണ് ചേച്ചീനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചി കപ്പയും ഇറച്ചിക്കറിയും കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിന്നറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിലൂന് പിന്നെ നേരത്തെ പോലെ തന്നെ കുറച്ച് ചോറെടുത്ത് മോരും തോരനും ചിക്കൻ്റെ ഒരു പീസും ഒക്കെ എടുത്ത് അവനിൽ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്ത് അവന് ചോറ് തന്നെ വാരി കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഡിന്നർ കഴിച്ചു. ഈ ഡിന്നർ കഴിക്കുന്ന സമയത്ത് മൊത്തം ഇവർ മിന്നൽ മുരളി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. വൈകുന്നേരം ഞാൻ എണീറ്റ് വന്നപ്പോഴേ ടി വിയിൽ മിന്നൽ മുരളി നടപ്പുണ്ട്. അതാണ് എപ്പോഴും ഫോക്കസ് ടി വിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതേ മൂവിക്കായിട്ട് ഇറങ്ങുവാണ്. മൂവി കഴിഞ്ഞിട്ട് നേരെ അമ്മച്ചിയുടെ അടുത്തോട്ടുമായിരിക്കും പോകുന്നത്. അങ്ങനെ മമ്മിയെടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് മമ്മി ചോദിക്കുന്നുണ്ടായിരുന്നു നാളെ സ്കൂളിൽ വരുമോ എന്ന്. ഞാൻ ഉറപ്പായിട്ടും വരുമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഒച്ചക്കത് ഈ സൈസിലുണ്ട് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ തീരെ ചെറുതാണ്. ഇവിടെ ആഫ്രിക്കൻ ഒച്ചകളാണുള്ളത്, ഇത്രയും വലുത്. അതുകൊണ്ടാണ് അത് നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചത്. നിങ്ങളുടെ പരിസരത്തും എല്ലാം ഇതുപോലെ ഉണ്ടോ? നമ്മുടെ അവിടെയൊക്കെ കുഞ്ഞതാണ് കേട്ടോ, തീരെ ചെറുത്, ഇത്രയൊന്നുമില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്, നേരിട്ട് കാണുന്നത് ഇത്രയും വലിയ ഒച്ചിനെ. ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിരുന്നത് പ്രണവം തിയേറ്ററിലാണ് കേട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള തിയേറ്ററാണ് പ്രണവം. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വി പാർക്കിലൊക്കെ നല്ല തിരക്കുണ്ട്. ഇന്ന് തീരുവാണല്ലോ. പല സ്കൂൾസും മൺഡേ തുറക്കുന്നുണ്ട്, 8ന് തുറക്കുന്നുണ്ട്. ഡാർലിനും ഡെല്ലയ്ക്കും ഒക്കെ വെനസ്ഡേ ഉള്ളൂ കേട്ടോ ഓപ്പണിങ്. ഈ രാത്രിയിലും കൂളിംഗ് ഗ്ലാസും വെച്ച് ഇറങ്ങിയേക്കുക. പടം തുടങ്ങി ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് നിലു അങ്ങോട്ട് തുടങ്ങി, ഇത് ലോകയല്ല, എനിക്ക് ലോക കണ്ടാൽ മതിയെന്ന്. പക്ഷെ പടം അടിപൊളിയായിരുന്നു കേട്ടോ. ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡ് മൂവി. അത്രയ്ക്ക് നല്ല ഫീലാണ് കിട്ടിയത്. പടം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അതേ ചേച്ചി ലില്ലിയംസിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അവർ പുലിച്ചിറയിലേക്ക് പോയി. ഡോറിൽ തട്ടേണ്ട താമസം ലില്ലിയംച്ചി അപ്പോഴേ എണീറ്റ് വന്നു കേട്ടോ. അമ്മച്ചി ഇങ്ങനെയൊക്കെയാണ്, നമ്മളിങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഉറക്കമൊന്നും ഉണ്ടാവത്തില്ല. ഇന്ന് ലൂണാർ എക്ലിപ്സ് അല്ലായിരുന്നോ. തിരിച്ചു വന്ന് ഞാനിങ്ങനെ അമൃതം ഒഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡെല്ലയുടെ കോള് വന്നു. മാമി പുറത്തിറങ്ങി നോക്ക്, അതിപ്പോഴും നടപ്പുണ്ടെന്ന്. അങ്ങനെ ഞാനും കുക്കു സാറും കൂടെ എക്ലിപ്സ് കാണാനായിട്ട് പുറത്തു പോയി കിടന്നു. അമൃതം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിലുവും വന്ന് ജോയിൻ ചെയ്തു. അത് ഫ്രെയിമിൽ കാണിക്കാത്തത് എൻ്റെ ഫോണിൻ്റെ അകത്ത് എത്ര സൂം ചെയ്തിട്ടും അതങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ബൂട്ടി അങ്ങോട്ട് കിട്ടുന്നില്ല, ഒരു പൊട്ട് പോലെ ഇങ്ങനെ കാണാമെന്നല്ലാതെ. അപ്പോൾ വെക്കേഷൻ്റെ അവസാന ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്, പറമ്പിലല്ല, അമ്മച്ചിയുടെ കൂടെ അകത്ത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.